ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാരവിന്ദം തേടും ഭക്തഷഡ്പദങ്ങൾ. കേരളത്തിലെ സ്ത്രീജനങ്ങളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പിന്റെ ഫലപ്രാപ്തിയാണ് ആറ്റുകാൽ പൊങ്കാല. ക്ഷേത്രസന്നിധിയിൽ നേർച്ചയായി ആരംഭിച്ച പൊങ്കാല ഇന്ന് 10-20 കിലോമീറ്റർ പ്രദേശങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. മധുരാദഹനം കഴിഞ്ഞ് ആറ്റുകാലിൽ ഇളവേറ്റ കണ്ണകിക്ക് ആദ്യമായി നിവേദിച്ച വഴിപാട് എന്ന നിലയിലാണ് പൊങ്കാല എന്ന ചടങ്ങിന്റെ ആരംഭം. ഇന്നത് ദക്ഷിണ കേരളത്തിലെ ക്ഷേത്രങ്ങളിലെമ്പാടുമുള്ള ആചാരമായി വികാസം പ്രാപിച്ചിരിക്കുന്നു. ശർക്കര പൊങ്കാല, പാൽപ്പായസം, വെള്ളച്ചോർ, മണ്ടപ്പുറ്റ്, അട, തെരളി എന്നിങ്ങനെ ഭക്തരുടെ വിവിധ ആവശ്യങ്ങൾക്ക് അനുസൃതമായ വിഭവങ്ങൾ ഒരുക്കി ദേവിക്ക് നിവേദിക്കുന്ന ഒരു മഹോത്സവമാണിത്. ഈ ചടങ്ങാണ് ആറ്റുകാൽ എന്ന മഹാക്ഷേത്രത്തെ ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ ക്ഷേത്രനിരയിലേക്ക് ഉയർത്തിയത്. തമിഴ്നാട്ടിലെ കൊയ്ത്തുത്സവമായ പൊങ്കലിന്റെ സ്വാധീനത്തിൽ രൂപം കൊണ്ട ചടങ്ങാണിത്. എന്നാൽ ഇന്ന് ഇത് പുതിയ പുതിയ മാനങ്ങൾ കൈവരിച്ചിരിക്കുന്നു. ആറ്റുകാലമ്മയ്ക്ക് അന്നപൂർണേശ്വരിയുടെ ഭാവം കൂടി നൽകുന്ന ദിനമാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ദിനം. ക്ഷേത്രമുറ്റത്തെ പാട്ടുപന്തലിൽ കുഴിത്താളം മുട്ടി പാട്ടുകാർ പാടുന്ന തോറ്റം പാട്ടിൽ അമ്മ പാണ്ഡ്യന്റെ തലയറുക്കുന്ന വേളയിലാണ് ക്ഷേത്രത്തിലെ പണ്ടാര അടുപ്പിൽ ജ്വാല തെളിയുന്നത്. ആ തീനാളത്തിൽ നിന്ന് പകർന്നെടുക്കുന്ന അഗ്നിയാൽ അടുപ്പുകൾ നിരനിര കത്തിത്തുടങ്ങും. 1 നിന്ന് 2ആയി, 2 4ആയി, ഇരട്ടിച്ചിരട്ടിച്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള അടുപ്പുകളിൽ വരെ തീ തെളിയും. ഇതേ തീനാളം തന്നെ പകർന്നെടുത്ത് വാഹനങ്ങളിലെത്തിച്ചും ദൂരെയുള്ള അടുപ്പുകൾ കത്തിക്കാറുണ്ട്. ഇന്ന് ഈ പറയുന്ന പരിധികൾക്കപ്പുറത്തേക്ക് പൊങ്കാല വ്യാപിച്ചതോടെ മറ്റു പല ക്ഷേത്രങ്ങളുടെ പരിസരവും പൊങ്കാല കളങ്ങളായി മാറിയിട്ടുണ്ട്. കൊറോണ കാലത്തിനിപ്പുറം പൊങ്കാല വീട്ടുമുറ്റത്ത് തന്നെ നടത്തുന്ന ചടങ്ങുകളായി മാറിയിട്ടുണ്ട്. സർവ്വവ്യാപിയായ ആറ്റുകാലമ്മയ്ക്ക് എവിടെയും പൊങ്കാലയിട്ട് സമർപ്പിക്കാം എന്ന മാനസിക നിലയിലാണ് ഇന്ന് ഭക്തജനങ്ങൾ. വിപുലമായ സംവിധാനങ്ങളാണ് ക്ഷേത്ര കമ്മിറ്റിയും സന്നദ്ധ സംഘടനകളും സംസ്ഥാന തദ്ദേശ ഭരണകൂടങ്ങളും ഈ ആഘോഷവുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഓരോ കവലകളിലും പൊങ്കാല ഉത്സവത്തിന്റെ അനുരണനങ്ങൾ ഇന്ന് നമുക്ക് കാണാം. സ്ത്രീഹൃദയങ്ങളിലെ ഭക്തിയും മാതൃത്വവും പൊങ്കാലയായി തിളച്ചു തുളുമ്പുന്ന മഹനീയ മുഹൂർത്തമാണ് ആറ്റുകാൽ പൊങ്കാല നമുക്ക് മുന്നിലെത്തിക്കുന്നത്. അതെ, ഇത് അസാധാരണമായ, അപൂർവമായ, അവാച്യമായ അനുഭൂതിയുടെ ദിനമാണ്. ആറ്റുകാലിലമ്മേ അമ്മേ ആറ്റുനോറ്റു വന്നു ഞങ്ങൾ നിൻ പദാര